കോഴിക്കോട് പോലീസുകാർക്ക് നേരെ തോക്കു ചൂണ്ടിയും സ്ഫോടക വസ്തു എറിഞ്ഞും ആക്രമണം. 4 ഉദ്യോഗസ്ഥർക്ക് സാരമായി പരിക്കേറ്റു. പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് എത്തിയ പാലക്കാട് പോലീസിന് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത്. അവരെ രസീത് കിട്ടി, അതിനനുസരിച്ച് ഇങ്ങോട്ട് വന്നു. വന്നിട്ട് ഇവർ ഞങ്ങളെ ആക്രമിക്കുകയായിരുന്നു. തോക്ക് കീഴ്പ്പെടുത്താൻ നോക്കുന്ന സമയത്ത് അത് ഏറുപടക്കം വരുന്നു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MS അനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ഈ പ്രതികളുടെ ഒരു പശ്ചാത്തലം? നിരവധി കേസുകളിൽ നിന്ന് പ്രതികളായ ആളുകളാണ് ഇവർ. ഒരുപാട് തട്ടിക്കൊണ്ടുപോക്കൽ, ആളുകളെ ആക്രമിക്കൽ തുടങ്ങിയ ഇവർക്കെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ഒരു രഹസ്യവിവരം പാലക്കാട് പോലീസ് ലഭിച്ചത്. ഒരു പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വന്നിരുന്ന ഒരു പ്രത്യേക അന്വേഷണമായിരുന്നു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർ ഈ പെരുവയിലുള്ള ഒരു ജില്ലയിൽ എത്തിയത്. പ്രതികളെ തെരഞ്ഞ് അവിടെ എത്തിയപ്പോഴാണ് ഈ പോലീസിന് നേരെ ആക്രമണം നടത്തിയത്. പോലീസിന് നേരെ തോക്ക് ചൂണ്ടുകയും ഒപ്പം സ്ഫോടക വസ്തു എറിയുകയും ചെയ്തിരുന്നു. പിന്നീട് ഈ പ്രത്യേക അന്വേഷണത്തിന് പിന്നാലെ മാവൂരിൽ നിന്നും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയാണ് ഇവരെ കീഴടക്കുകയും ചെയ്തിരിക്കുന്നത്. ഈ പ്രതികൾ നടത്തിയ ആക്രമണത്തിൽ 4 പോലീസുകാർക്ക്, SIT സംഘത്തിൽപ്പെട്ട 4 പോലീസുകാർക്ക് പരിക്കേൽക്കുകയും ഇന്ന് രാവിലെ 9 മണിയോടുകൂടിയാണ് ആ സംഭവം. വിഷ്ണു, സൽമാൻ, ആട് ഷമീർ, ഡേവിഡ്, ജാംസൺ എന്നിവരാണ് ഇപ്പോൾ പിടിയിലാവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും അങ്ങേയറ്റം സാഹസികമായ രീതിയിൽ തന്നെയായിരുന്നു SIT ഇവരെ കീഴ്പ്പെടുത്താനുള്ള ഒരു ശ്രമം നടത്തിയത്. പോലീസുകാരുടെ മുഖത്തും കഴുത്തിനുമൊക്കെ പരിക്കേറ്റുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ പ്രതികളെ ബലം പ്രയോഗിച്ച് തന്നെ പോലീസ് പിന്നീട് കീഴടക്കുകയാണ് ഉണ്ടായത്. അഭിലാഷ്, പ്രവാസിയെ തട്ടിക്കൊണ്ടുപോയ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനെത്തിയ പാലക്കാട് നിന്നുള്ള പോലീസ് സംഘത്തിന് നേരെയായിരുന്നു പ്രതികളുടെ അതിക്രമം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.